ഹെവൻ ബൈ ട്രാവലിക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വെളുപ്പിന് നമ്മൾ 6:30 നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടാണ്. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിൽ എത്തിയതിന് ശേഷം റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ റെൻ്റ് എടുത്തു. റൂം വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടി വി ഒന്നും കാണാൻ നമുക്ക് സമയമൊന്നുമില്ല കേട്ടോ. ഈ ലോഡ്ജിൻ്റെ മുകളിൽ മൂന്നാമത്തെ നല്ലാണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയിരിക്കുന്നത്. ഈ ലോഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മോർണിംഗ് സ്റ്റാർ പള്ളി കാണാം കണ്ടോ. കാലത്ത് 9 മണിക്ക് മലയാളം കുർബാനയുണ്ട് മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ. അപ്പോൾ നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് പള്ളിയിലേക്ക് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഈ പള്ളിയാണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ പള്ളി. ഇവിടെ കുർബാന 9 മണിക്കാണ്, മലയാളം കുർബാന 9 മണിക്കാണ് കേട്ടോ. മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ അതിരാവിലെ 5:45 കൂടി തന്നെ മോർണിംഗ് പ്രെയർ തുടങ്ങും. മോർണിംഗ് സ്റ്റാർ പള്ളിയിലാണ് കേട്ടോ പല ഭാഷയിലുള്ള കുർബാനകൾ നടക്കുന്നത്. തമിഴുണ്ട്, മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, തെലുങ്ക്, കുങ്ങണി, ഹിന്ദി ഭാഷകളിലൊക്കെ നമ്മുടെ ഈ പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുർബാനയും കാര്യങ്ങളൊക്കെ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ കഴിഞ്ഞു കേട്ടോ. അത് രാവിലെയാണ് 9 മണിക്കാണ് കേട്ടോ കുർബാന. ഈ മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ഫ്രണ്ടിലത്തെ ഏറ്റവും വലിയ നടവാതിലാണ് കേട്ടോ കാണുന്നത്. വലിയ ആനവാതിൽ എന്ന് തന്നെ പറയാം, അത്രയും വലുപ്പമുണ്ട്. മാതാവ് ബാലന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളാണ് കേട്ടോ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഡോർമ. കടൽക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേളാങ്കണ്ണി മാതാവ് പ്രത്യക്ഷപ്പെട്ട രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ ചുറ്റിലും ഈ പള്ളിയൊക്കെ അകത്ത് നമുക്ക് നല്ലൊരു ആംബിയൻസാണ് കേട്ടോ നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് പില്ലേഴ്സ് കൊണ്ടാണ് കേട്ടോ. നൈറ്റിലെടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കട്ട സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.